തോർന്നു കഴിഞ്ഞ ഇടവപ്പാതി, കാറും കോളുമടങ്ങി. തുലാപത്തം കഴിഞ്ഞ് മലനാട്ടിലെ ഗ്രാമങ്ങൾ വരവിളിയും കേട്ടുണരുകയായി. കുത്തുവിളക്കിന്റെ പൊൻപ്രഭയിൽ മനയോലയും ചായില്യവും ചാലിച്ചെഴുതിയ മുഖത്തെഴുത്തും, കാലിൽ വെള്ളോട്ട് ചിലമ്പും അരമണിയും അരപ്പട്ടയും ആടയാഭരണങ്ങളും തലപ്പാളിയും തിരുവുടിയുമണിഞ്ഞ് കയ്യിൽ തിരുവായുധമേന്തി തോടുകളും കുന്നുകളും അതിരിടുന്ന കുഗ്രാമങ്ങളുടെ ഇരുണ്ട രാത്രികളിൽ കോൽവിളക്കിന്റെയും ചൂട്ടുകറ്റകളുടെയും ചഞ്ചല രക്തരശ്മികൾ കൊണ്ടു തീർത്ത കാവുകളിൽ ചെണ്ടയുടെ ആസുരതാളത്തിൽ തെയ്യം ഉറഞ്ഞാടുകയായി. വ്രതനിഷ്ഠയിൽ കഴിഞ്ഞ കോലക്കാരൻ വർണ്ണവിസ്മയം തീർത്ത ആടയാഭരണങ്ങളും തിരുമുടിയുമണിഞ്ഞ് വെള്ളിശ്രീപീഠത്തിലും തിരുവായുധത്തിലും കുടികൊള്ളുന്ന ചൈതന്യത്തെ ആവാഹിക്കുമ്പോൾ കനലാടി നാട്ടുകൂട്ടത്തിനു മുന്നിൽ ദൈവമായി അവതരിക്കുന്നു. മണ്ണിലെ മനുഷ്യനെ വിണ്ണിലെ ദൈവം കൺകണ്ട് മഞ്ഞൾക്കുറി വിതറി അനുഗ്രഹം വർഷിക്കുകയായി. ഏറിയൊരു ഗുണം വരണം. മൗനമുദ്രിതമായ ആട്ടം കഴിഞ്ഞ് ഉരിയാട്ടം നടത്തുമ്പോൾ പൈതങ്ങളിൽ ചൈതന്യം ചൊരിയുകയായി. ഏറിയൊരു ഗുണം വരണം. തൊട്ടുകൂടായ്മയിലും തീണ്ടിക്കൂടായ്മയിലും വിറകൊണ്ട കറുത്ത നാടുകളിൽ അടിച്ചമർത്തപ്പെട്ടവൻ അഗ്നിയിൽ ഉയർത്തെഴുന്നേറ്റ് ദൈവമായി മാറിയപ്പോൾ അരജനും അന്തണനും അവനെ നെഞ്ചിലേറ്റി ആരാധിച്ചു. പതിതന്റെ സങ്കടങ്ങൾ കേൾക്കാൻ അവനും ഒരു ദൈവമുണ്ട്. കനലാടി കാവിലുറയുമ്പോൾ മറയോനും പറയോനും ദൈവത്തിന്റെ ചെറുകുടി മക്കളായി. അവർണരെന്ന് മുദ്രകുത്തി ബ്രാഹ്മണ്യം പടിക്ക് പുറത്തു നിർത്തിയ ശാപജന്മങ്ങൾ തന്നെയാണ് ചായം പുരുട്ടി മുടിയണിഞ്ഞ് ദൈവങ്ങളായി എത്തുന്നത്. പച്ചമണ്ണിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവങ്ങൾ. നീ തീണ്ടാപ്പാടകലെ നിർത്തിയവൻ തന്നെ നിന്റെ രക്ഷകനാകുന്നു. സവർണന്റെ പടിപ്പുരയിൽ വിളങ്ങുന്ന സൗമ്യവർണ്ണങ്ങളില്ല തെയ്യത്തിന്. ജീവിതത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞ കടും വർണ്ണങ്ങളിലുള്ള മുഖത്തെഴുത്തും ആടയാഭരണങ്ങളുടെ രക്തച്ചുവപ്പും ഉറഞ്ഞാടാൻ ഓലച്ചൂട്ടിന്റെ അഗ്നിവർണ്ണങ്ങളുമാണ് തെയ്യത്തിന്റെ ജീവനും ശോഭയും. മുപ്പത്തൈവർ ദൈവങ്ങളിൽ പിന്നിൽ നിന്നിറങ്ങുന്ന ദേവതമാരുണ്ട്. മണ്ണിൽ നിന്നുയരുന്ന മാനവജന്മങ്ങളുണ്ട്. പടയിൽ തെളിഞ്ഞ വീരന്മാരുണ്ട്. ചതിത്തിയിൽ പിറന്ന പ്രതികാര രൂപങ്ങളുണ്ട്. അമ്മ ദൈവങ്ങൾ, കാളികൾ, ചാമുണ്ടികൾ, നാഗകന്യകമാർ, വനദേവതമാർ, മന്ത്രമൂർത്തികൾ, ഇതിഹാസ പുരുഷന്മാർ, പരപൂർവികർ, അടിച്ചമർത്തപ്പെട്ടവർ, ഇവരെല്ലാം പറഞ്ഞാൽ തീരാത്തത്ര പഴങ്കഥകളുമായി അവർണന്റെ സമാനതകളില്ലാത്ത ആത്മാവിഷ്കാരമായി വടക്കരുടെ മനസ്സിന്റെ നടുത്തളങ്ങളിൽ ദൈവങ്ങളായി ഉറഞ്ഞാടുന്നു. മറുതലകളുടെ മാറാപ്പകയും ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങളും അമ്മയുടെ അതിരില്ലാത്ത വാത്സല്യവും അനശ്വരമായി ആവിഷ്കരിക്കപ്പെടുകയാണ് തെയ്യങ്ങളിലൂടെ.
ഉത്തര കേരളത്തിലെ കാവുകളിലും കഴകങ്ങളിലും മറ്റ് ദിവ്യ സങ്കേതങ്ങളിലും അതാത് സമുദായങ്ങൾ തങ്ങളുടെ ആരാധനാമൂർത്തിയെ കുടിയിരുത്തി ആരാധിച്ചു പോകും. ഈ പരദേവതമാരിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തിസ്വരൂപിണിയും കാരുണ്യദായിനിയും നിത്യകന്യകയുമത്രേ പരമേശ്വരപുത്രി ശ്രീ മുച്ചിലോട്ട് ഭഗവതി. ആചാരാനുഷ്ഠാനങ്ങളിലെ പ്രത്യേകതകൾ കൊണ്ടും കളിയാട്ട ചടങ്ങുകളിലെ വൈവിധ്യം കൊണ്ടും മറ്റു തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തയത്രേ ഭുവനേശ്വരി ശ്രീ മുച്ചിലോട്ടമ്മ. തീർത്താൽ തീരാത്തത്ര മുറിപ്പാടുകളുമായി അപമാനഭാരത്താൽ നെഞ്ചകം പൊട്ടി ആത്മത്യാഗത്തിന്റെ തീക്കനലിൽ എരിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തി പരമേശ്വരപുത്രിയായി, സാന്ത്വന പെരുമഴയായി, അനുഗ്രഹവർഷമായി ജനപഥങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രത്യാശകൾക്കും മഞ്ഞൾ കുറിച്ചാർത്തുന്നു ഈ ഭുവനേശ്വരി തമ്പുരാട്ടി. പയ്യന്നൂർ ഊരാളും പെരുമാളുമായ പയ്യന്റെ ദേശം. മുത്തും മുടിപ്പൊന്നുമണിഞ്ഞ നാട്ടരജന്മാരുടെ കരൾ കാത്ത ഗ്രാമം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 64 ഗ്രാമങ്ങളിലൊന്നത്രേ പയ്യന്നൂർ. പയ്യന്നൂരിൽ കുടിയിരിക്കുന്ന പയ്യൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ഈ ജനപദത്തിന് സർവാഭീഷ്ടദായകനാണ്. പയ്യന്നൂർ പെരുമാളുടെ കന്നിമൂലയിൽ കോരപ്പള്ളി അമ്മോന്റെ നീരും നിലവും കയ്യേറ്റ് വിരാജിതമായിരിക്കുന്നു പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ടുകാവ്. ഉദനൂർ കോലോത്തുനിന്ന് കൂത്തൂർ മണിയാണിയുടെ മെയ്യോലക്കൂടെ ആധാരമായി കണ്ണങ്ങാട്ട് ഭഗവതി കൊറ്റിയിൽ എഴുന്നള്ളി സ്ഥാനമുറപ്പിച്ച കാലം. ഭഗവതിക്ക് നിത്യദീപം തെളിയിക്കാൻ എണ്ണ എത്തിച്ചു കൊടുത്തിരുന്നത് പടോളി ഊരാളനായിരുന്നു. അന്ന് കൊറ്റിക്കണ്ണങ്ങാട് കൊണ്ടു നടത്താൻ വളരെ ക്ലേശം അനുഭവിച്ചിരുന്നു അവിടുത്തെ ഒരമ്മ. മുണ്ടുമുറുക്കി ഉടുത്ത് ഭഗവതിക്ക് ദീപം കാട്ടുന്ന ആയമ്മയുടെ വിഷമം കണ്ട് പടോളി ഊരാളൻ ഇങ്ങനെ പറഞ്ഞു പത്രേ, ഇത്രയ്ക്ക് വിഷമമാണെങ്കിൽ തമ്പുരാട്ടി എന്റെ കൂടെ പോന്നോട്ടെ, ഞാൻ കൊടുത്തോളാം വേണ്ടതെല്ലാം. അങ്ങനെ പടോളി ഊരാളന്റെ എണ്ണത്തുത്തികയിൽ കണ്ണങ്ങാട്ട് ഭഗവതി ശേഷിപ്പെട്ടു. ഭഗവതിയുടെ സാന്നിധ്യം പടോളി തറവാട്ടിന്റെ കൊട്ടിലകം ദേവസങ്കേതമായി മാറ്റി. കണ്ടങ്കാളി പ്രദേശത്ത് താമസിച്ചിരുന്ന മനക്കാരായിരുന്നു അത്രേ കാഞ്ഞിരക്കുറ്റി മനക്കാർ. കണ്ണങ്ങാട്ട് ഭഗവതിയുടെ രൗദ്രതയ്ക്ക് മുന്നിൽ വിഷമതകൾ അനുഭവപ്പെട്ടപ്പോൾ പൂന്തുരുത്തിയിൽ പള്ളിയറ കെട്ടി ദേവിയെ കുടിയിരുത്താനും കളിയാട്ടം കഴിക്കാനും പറഞ്ഞുവത്രേ. അങ്ങനെ കണ്ണങ്ങാട്ട് ഭഗവതി പൂന്തുരുത്തിയിലെത്തി. നാട്ടിൽ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട കാലം. ഉഗ്രമൂർത്തികൾ നാട്ടിലാകെ വസൂരി വിതച്ചു. തരണനെല്ലൂർ തന്ത്രി പോലും വസൂരി വന്ന് കിടപ്പിലായതിനാൽ പയ്യന്നൂർ പെരുമാളുടെ പൂജാതി കർമ്മങ്ങൾ പോലും മുടങ്ങും എന്ന അവസ്ഥയായി. പടോളി ഊരാളൻ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ തിരുവായുധവുമായി സുബ്രഹ്മണ്യ സന്നിധിയിലെത്തി ദേവീ നിയോഗം അറിയിച്ചു. ജനപദത്തിന്റെ രക്ഷയ്ക്ക് രോഗനിവാരണം ചെയ്യാൻ ശേഷിയുള്ള ഒരേയൊരു ശക്തിയേയുള്ളൂ. ശ്രീ പരമേശ്വരൻ നല്ലച്ഛൻ ലോകരക്ഷയ്ക്കായി ഭൂമിയിലേക്കയച്ച വാണിയ സമുദായക്കാരുടെ പരദേവതയായി കുടികൊള്ളുന്ന ശ്രീ മുച്ചിലോട്ട് ഭഗവതി. കോറോത്ത് മുച്ചിലോട്ടമ്മയുടെ അടിയന്തര കർമ്മങ്ങൾ നടക്കുന്നുവെന്നും അവിടെ പോയി തമ്പുരാട്ടിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ അസുഖം തീർത്തും മാറുമെന്നും ഊരാളൻ അരുളപ്പാട് ചെയ്തു. പയ്യന്നൂര് ദേശക്കാരും കോറോം ദേശക്കാരും തമ്മിൽ കുടിപ്പക നിലനിന്നിരുന്ന കാലം. കോറോത്ത് ചെന്ന് ദേവിയെ ആരാനയിച്ചു കൊണ്ടുവരും? ഒടുവിൽ ചുവാട്ട ഊരാളനും മകനും സന്നദ്ധരായി കോറോത്തേക്ക് പുറപ്പെട്ടു. ഇതേ സമയത്ത് കോറോത്ത് മുച്ചിലോട്ട് ആശ്ചര്യകരമായ സംഭവങ്ങൾ അരങ്ങേറുകയായിരുന്നു. നേരം കഴിഞ്ഞിട്ടും
മുച്ചിലോട്ട് ഭഗവതിയുടെ കോമരം എടുത്തായുധം വെക്കാതെ പശ്ചിമ ദിശയിൽ ദൃഷ്ടിയുറപ്പിച്ച് നിൽപ്പാണ്. ജനപദം നിശ്ചയമാരാഞ്ഞു. എന്റെ അമ്മോനും പയ്യന്നൂർ ഊരാളനും എനിക്കൊരു സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാത്തു നിൽക്കണം. കോമരമുരിയാടി. അവിടെ കൂടിയവർക്കത് ബോധിച്ചില്ല. കുടിപ്പക കാരണം ആരും പയ്യന്നൂരിൽ നിന്ന് കോറോത്തേക്ക് വഴി നടന്നെത്തില്ല എന്നത് തീർച്ചയാണ്. അങ്ങനെ അവർ കാത്തിരുന്നു. അത്ഭുതമെന്നോണം ഒരു മൂടൽ മഞ്ഞ് മുച്ചിലോട്ട് തിരുനടയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് നീക്കി ചുവാട്ട പൊതുവാൾ പുറത്തിറങ്ങി ദേവിയെ തന്റെ ഉദ്ദേശം അറിയിച്ചു. ഒട്ടും അമാന്തിച്ചില്ല. തമ്പുരാട്ടി നേരെ പടിഞ്ഞാറോട്ട് പുറപ്പാടായി. ചുവാട്ട പൊതുവാളും മകനും മുന്നിലും. തമ്പുരാട്ടി തന്ത്രിമഠത്തിലേക്ക് ആനയിക്കപ്പെട്ടു. കണ്ണങ്ങാട്ട് ഭഗവതി തന്റെ തിരുവായുധം കൊണ്ട് തന്ത്രിയുടെ പുതപ്പ് മാറ്റി. മുച്ചിലോട്ട് ഭഗവതിയുടെ ആദ്യ അടയാള സ്പർശത്തിൽ വസൂരി പൂർവാധികം ശക്തമായി. രണ്ടാമത് കനകക്കുറി വിതറിയപ്പോൾ കുമിളകൾ അമർന്നു. മൂന്നാം തവണ എറിഞ്ഞപ്പോൾ നെറ്റിത്തടത്തിലെ ഒന്നൊഴികെ എല്ലാം അപ്രത്യക്ഷമായി. നമ്മുടെ ഇല്ലത്തൊരു കാരണവർക്ക് വസൂരി രോഗം വരികയും ഇവിടെ മഠത്തില് വിശ്രമിക്കുന്ന സമയത്ത് പയ്യന്ന പെരുമാളെടുക്കെ പൂജയ്ക്ക് പോകണം, എങ്ങനെയാ സുഖമില്ലാണ്ട് കുളിക്കാൻ പറ്റില്ല, അങ്ങനെ മനോവേദനയോടുകൂടി കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയും അങ്ങനെ കോറോത്തുമുച്ചിലോട്ടെന്ന് ഭഗവതി വരികയും ആ ദീനം മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു ഇളനീർ കൊടുത്തു എന്നാണ് പറയുന്നത്. അത് കഴിച്ചു. ദേഹത്തിലെ ദീനം മുഴുവൻ മാറുകയും പിന്നീട് നെറ്റിയിൽ ഒരു വസൂരിക്കല മാത്രം ബാക്കി നിന്നു. അതിന് എൻ്റെ അച്ഛൻ്റെ പ്രസാദം തൊട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്ത്രി പിറ്റേ ദിവസം കുളിച്ച് അമ്പലത്തിൽ പോവുകയും അങ്ങനെ പെരുമാളിൻ്റെ പ്രതിഷ്ഠാദിനം കളഭ ദിവസം, അതായത് മേടമാസത്തിലത്തം ഇന്നും നടന്നു വരുന്നുണ്ട്. അത് പിന്നെ അതിനുശേഷം തുടർന്ന് വരുന്ന വഴിപാട് കളഭങ്ങളും. ആ കളഭ ദിവസം ഉച്ചപൂജ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഉരുള കളഭം പെരുമാൾക്ക് ചാർത്തി ഉച്ചപൂജ കഴിച്ച് തിരിച്ച് തന്ത്രി വരുമ്പോൾ ഒരു ഉരുള കളഭം നെറ്റിമ വയ്ക്കും. അത് അന്ന് മുച്ചിലോട്ട് പുറത്ത് മുച്ചിലോട്ട് നിന്ന് വന്ന ഭഗവതിയുടെ ഒരു അരുളിപ്പാട് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ആ സുഖം മാറിയതും അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇന്നും ഒരു ഉരുള കളഭം നെറ്റിയിൽ വെച്ച് തന്ത്രി ഉച്ചപൂജ കഴിച്ചു വരുന്നു. അന്നേരം തന്ത്രി ആ ദേവിയോട് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മറുപടി, എനിക്ക് എൻ്റെ അച്ഛൻ്റെ വലതുവശത്തിരിക്കാൻ സ്ഥലം തരണമെന്നും ആയതുകൊണ്ട് അപ്പോൾ തന്ത്രി പറഞ്ഞു, ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് എവിടെയാണെന്ന് വെച്ചാൽ ഇരിക്കാം, ഞാൻ പ്രതിഷ്ഠ കഴിച്ചു തരാം. അങ്ങനെയാണ് ഇന്ന് പെരുമാളിൻ്റെ വലതുവശത്ത് പൂന്തുരുത്തി മുച്ചിലോട് ക്ഷേത്രം ഉണ്ടായിത്തീരുകയും അവിടെ പ്രതിഷ്ഠ കഴിപ്പിക്കുകയും ഉണ്ടായത്. തുടർന്ന് ഭഗവതിമാർ വീട് വീടാന്തരം കയറിയിറങ്ങി കനകക്കുരി വിതറി മഹാമാരി ഒഴിപ്പിച്ചു. തിരിച്ചു കോറോത്ത് ചെന്ന് ദൈനംദിന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഭഗവതിക്ക് കഴിയാത്ത അവസ്ഥ സംജാതമായി. എടുത്തായുധം വയ്ക്കാൻ ഇനി എന്തു വേണ്ടു എന്ന് നിരീച്ചിരിപ്പായപ്പോൾ പയ്യന്നൂർ തറക്കാർ ഒന്നടങ്കം അമ്മുവിന്റെ കിഴക്കേ ഗോപുരത്തിൽ തിരുവായുധം വയ്ക്കുവാൻ പറഞ്ഞു. കിഴക്കേ ഗോപുരം പാണ്ഡ്യ പരദേശികൾക്ക് ഊട്ടിനും ഉറക്കത്തിനും അനുവദിച്ചു കൊടുത്തതിനാൽ അതിന് പറ്റാതായി. പടിഞ്ഞാറ് കൂവമളക്കാനും വടക്ക് അഗ്രശാലയും തെക്ക് പെട്ടിയും പ്രമാണവും. തിരുവായുധം പ്രതിഷ്ഠിക്കാൻ കഴിയാതെ വന്നു. പയ്യന്നൂർ പെരുമാൾ തന്റെ വേൽ കൊണ്ട് കന്നിരാശിയിലെ പൂന്തുരുത്തി കണ്ണങ്ങാട് കാണിച്ചു കൊടുത്തു. പടോളി ഊരാളൻ പീഠം ഒഴിഞ്ഞു തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. സംപ്രീതയായ മുച്ചിലോട്ടമ്മ പൂന്തുരുത്തി കണ്ണങ്ങാട്ടേക്ക് എഴുന്നള്ളി. പീഠത്തിൽ നിന്നും കണ്ണങ്ങാട്ട് ഭഗവതി മുൻകൊട്ടിലേക്ക് മാറി തന്റെ തിരുവായുധം വെച്ചു. ഒന്ന് കിട്ടിയാലോ പാതി, രണ്ട് കിട്ടിയാലോ ഒന്ന്, അടുക്കും ആചാരവും നിറയും കുറിയും ഒന്നുപോലെയെന്ന് നിശ്ചയിച്ചു. അങ്ങനെ പൂന്തുരുത്തി കണ്ണങ്ങാട് പൂന്തുരുത്തി മുച്ചിലോട്ടായി. തുടർന്ന് കണ്ണങ്ങാട്ട് ഭഗവതി എല്ലാ മുച്ചിലോടുകളിലും വലത് ഭാഗത്ത് സ്ഥാനവും ഉറപ്പിച്ചു. കടലും മലയും അതിലിടുന്ന മലയാളത്തിന്റെ ജീവനതാളത്തിൽ തനതായ മുദ്ര പതിപ്പിച്ച ജനതതിയാണ് വാണിയർ. കോവലന്റെയും കണ്ണകയുടെയും കഥയുറങ്ങുന്ന കാവേരി പൂമ്പട്ടണത്തിൽ നിന്നും വന്നു ചേർന്ന വണിക് സമുദായത്തിന്റെ പിന്മുറക്കാരാണിവരെന്ന് പണ്ഡിതമതം. എണ്ണയാട്ടും എണ്ണ വിൽപ്പനയും കുലത്തൊഴിലായി സ്വീകരിച്ചിരുന്ന ഇവരായിരുന്നു
ആദ്യകാലം മുതലേ കാവുകളിലും തറവാടുകളിലും അന്ത്യത്തിരി കൊളുത്താനുള്ള എള്ളെണ്ണ എത്തിച്ചു കൊടുത്തിരുന്നത്. വാണിയരുടെ ദേവസ്ഥാനത്തെ മുച്ചിലോട് എന്നാണ് വിളിച്ചു വരുന്നത്. മുച്ചിലോട് എന്ന നാമധേയം ആദ്യ മുച്ചിലോടായ കരിവള്ളൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചെറുപഞ്ചമൂലത്തിൽപ്പെട്ട മൂവില എന്ന ഔഷധച്ചെടി സമൃദ്ധമായി വളർന്നിരുന്ന ഈ പ്രദേശത്തെ മുച്ചിലക്കാട് എന്നാണ് പണ്ട് വിളിച്ചു വന്നിരുന്നത്. ഈ ദേശത്ത് താമസിച്ചിരുന്ന വാണിയ കുടുംബത്തിന് മുച്ചിലക്കാട്ട് വാണിയൻ എന്നും പേരുണ്ടായി. മുച്ചിലക്കോടൻ പടനായരിലാണല്ലോ തമ്പുരാട്ടി ആദ്യമായി സംപ്രീതയായതും. മുച്ചിലോടൻ പടനായർ തന്റെ പടിഞ്ഞാറ്റയിൽ വെള്ളിശ്രീപീഠം നൽകി ആരാധിച്ച ദേവി ഉരിയാടിയതും അതുതന്നെയായിരുന്നു. പിന്നീട് തമ്പുരാട്ടി എഴുന്നള്ളിയിരുന്ന പടിഞ്ഞാറ്റകൾ മുച്ചിലോട്ടുകളായി അറിയപ്പെട്ടു തുടങ്ങി. കരിവള്ളൂർ, വളർവട്ടണം, ചിറക്കൽ എന്നിവയായിരുന്നു ആദ്യകാലത്തെ പ്രധാന വാണിയ സങ്കേതങ്ങൾ. കാലാന്തരത്തിൽ സമുദായം വളർന്നു പടർന്ന് 9 ഇല്ലക്കാരായ വാണിയർക്ക് 14 കഴകങ്ങളുണ്ടായി. പിന്നീട് 17 നാട്ടിൽ 18 മുച്ചിലോടുകൾ എന്ന നിലയുണ്ടായി. ഇന്നാകട്ടെ വടകര വൈക്കിലിശ്ശേരി മുതൽ കാസർഗോഡ് പെരുതണ മുച്ചിലോട്ട് വരെ 107 മുച്ചിലോട്ട് കാവുകളുണ്ട്. ആണ്ടിലൊരിക്കലോ മൂവാണ്ടിലൊരിക്കലോ ഭക്തരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റാൻ കാവിൻമുറ്റത്ത് തെയ്യം ഉറഞ്ഞാടിയെത്തുന്ന ആഘോഷത്തെയാണ് കളിയാട്ടം എന്ന് വിളിക്കുന്നത്. എന്നാൽ 10-12 സംവത്സരങ്ങൾക്ക് ശേഷം വിപുലമായ സന്നാഹത്തോടെ അരങ്ങേറുന്ന കളിയാട്ടമാണ് പെരുങ്കളിയാട്ടം. സമീപ ഗ്രാമങ്ങളിൽ നിന്നും വിദൂര ദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭക്തജന തിരക്കും അണയാ തടുപ്പുകളും ഒഴിയാത്ത വല്ലങ്ങളുമായുള്ള അന്നദാനവും അക്ഷരാർത്ഥത്തിൽ തന്നെ ഇതിനെ പെരുങ്കളിയാട്ടമാക്കി മാറ്റുന്നു. പതിനായിരങ്ങൾ ഒത്തുചേരുന്ന മഹോത്സവം ഒരു പുരുഷായുസിലെ തന്നെ അപൂർവാനുഭവമാക്കി നിത്യസ്മരണയിൽ നിലനിൽക്കും വിധം മഹത്തരമാക്കാൻ ദേശവാസികൾ ഒന്നൊഴിയാതെ കൈമേ മറന്ന് ഉത്സാഹിക്കുന്നു. ഈ ഒരുമയിലൂടെ ഏകത്വമെന്ന മഹൽ സങ്കല്പം ഓരോ മനുഷ്യ മനസ്സിലും തെളിഞ്ഞുണരുന്നു. അതിനുള്ള ഉത്തമ ദൃഷ്ടാന്തമായി മാറിയിരിക്കുകയാണ് പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ടുകാവ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ മറന്നേപോയി മാനവ സൗഹൃദത്തിന്റെയും ഏകത്വബോധത്തിന്റെയും മഹൽ മാതൃകയാവാൻ ഇതാ പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ടുകാവ് ഒരുങ്ങുകയാണ്. 1181 മകരം 21 മുതൽ 24 വരെ 4 രാപ്പകലുകൾ ഒരു മനുഷ്യായുസിനിടയിൽ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന അപൂർവ സുന്ദര ദിനങ്ങൾ. നാടുണർന്നു, കാവുണർന്നു, നാട്ടുകൂട്ടം കാവിലേക്കൊഴുകി. കാവിനകത്തെ നെയ്ത്തിരികൾ നിറഞ്ഞുകത്തി. 1.5 ദശാബ്ദത്തിന്റെ കാത്തിരിപ്പിന് പരിസമാപ്തിയാവുന്ന ദിവ്യമുഹൂർത്തം. കളിയാട്ടമേൽപ്പിക്കൽ എന്ന മഹച്ചടങ്ങിന് തിരുസന്നിധിയിൽ സമാരംഭം കുറിക്കുകയാണ്. പട്ടും വളയും അണിഞ്ഞ് ദൈവങ്ങളെ മെയിലേക്ക് ആവാഹിച്ച കോമരങ്ങൾ ഉറഞ്ഞു ചുറ്റുകയാണ്. വെള്ളോട്ട് ചിലമ്പിൽ അലകളുണർത്തിക്കൊണ്ട് കൈവിളക്കിന്റെ ദിവ്യജ്വാലയിൽ ദേവീ ചൈതന്യം ദർശിച്ച് ലോകമാതാവിനെ ഇംഗിതമറിയിച്ചു. മുഹൂർത്തമായി വെള്ളോട്ട് തളികയിൽ കനകക്കുറിയും മൂലഭണ്ഡാരവുമായി അന്ത്യത്തിരിയനും സ്ഥാനികരും ദിവ്യസന്നിധിയിൽ സന്നിഹിതരായി. മുച്ചിലോട്ട് ഭഗവതിയുടെ കോമരം കനകക്കീഴ് കൈമാറി. സ്ഥാനികരും കോമരങ്ങളും വാലിയക്കാരും നാട്ടുകൂട്ടവും മനമൊരുകി പ്രാർത്ഥിച്ചു. തൃക്കല്യാണത്തിന് മുഹൂർത്തം കുറിച്ച നേരം തന്നെ
തിരുനടയിൽ തിരുമുടി നിവരാൻ തിരുയോഗം വന്നു ചേരണം. തൊഴുകയുമായി നിന്ന ഭക്തരുടെ മനസ്സും ഹൃദയവും കുളിർമഴയാൽ നിറഞ്ഞു. ഇനി ഭുവനേശ്വരിയുടെ തൃക്കല്യാണത്തിന്റെ മുഹൂർത്തവും കാത്തു. അവിടെ കൂടിയ പുരുഷാരം ഒറ്റ മനസ്സുമായി നൊന്തു പ്രാർത്ഥിച്ചു, എന്റെ തമ്പുരാട്ടി, വിഘ്നങ്ങളൊന്നും വരുത്താതെ കാത്തുരക്ഷിക്കണേ. കരിവള്ളൂരിൽ നിന്നും എത്തുന്ന അന്തിത്തിരിയൻ വലിയച്ഛനും തൃക്കരിപ്പൂരിൽ നിന്നും കോറോത്ത് നിന്നും എത്തുന്ന സ്ഥാനികരും തിരുകല്യാണത്തിനുള്ള അന്നമൊരുക്കാനായി നെല്ലളന്നു നൽകുന്നു. ഇത് കയ്യേൽക്കുന്ന കോയ്മ വാലിയക്കാർക്ക് കൈമാറുന്ന ഈ ചടങ്ങാണ് കൂവം അളക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനിയങ്ങോട്ട് വിശ്രമമില്ലാത്ത നാളുകളാണ്. പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന പ്രധാന ചടങ്ങാണ് നിലംപണി. കാവുണർന്നു തിരിതെളിഞ്ഞ പള്ളിയറയിൽ നിന്ന് പട്ടും പള്ളിവാളും അരമണിയുമായി കോമരങ്ങൾ തിരുമുറ്റത്ത് പൊൻചിലമ്പുകളുമായി ചുവട് വയ്ക്കുകയായി. സ്ഥാനികരും കോയ്മമാരും കന്നിരാശിയിലെ കൈലാസക്കല്ലിന് ചുറ്റും നിരന്നു നിന്നു. ശ്രീപരമേശ്വരൻ നല്ലച്ഛൻ നൽകിയ ചുകപ്പിലിട്ട കൂറയും ചേടകവാളുമായി ഒരു നട്ടുച്ച നേരത്താണ് ദേവി കൈലാസക്കല്ലിൽ തേരിറങ്ങിയത്. തമ്പുരാട്ടിയമ്മ ഒറ്റത്തണ്ടേൻ തേരിറങ്ങി വന്ന ദിവ്യപ്രതീകം. ചിലമ്പൊലിയോടൊപ്പം പുരുഷാരം ആർത്തു വിളിച്ചു. മഞ്ഞക്കുറി കൈലാസക്കല്ലിൽ വിതറിക്കൊണ്ട് കോമരങ്ങൾ മൂന്നൊരു വലം വെച്ചു. നിലംപണിക്കുള്ള മുഹൂർത്തമായി. ആ ചന്ദ്രതാരകളെ സാക്ഷിയാക്കി ശക്തിസ്വരൂപിണി മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷൻ കൈലാസക്കല്ലിന്റെ വടക്കുഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിലമിളക്കി അമർത്തി ചാണകം മെഴുകി. നിലംപണിക്ക് തുടക്കമായി. ഇത് കയ്യേൽക്കുന്ന വാലിയക്കാർ മതിൽക്കെട്ടിനകത്ത് തമ്പുരാട്ടിക്കും ഉപദേവതകൾക്കും നൃത്തച്ചുവടുകൾ വയ്ക്കാനുള്ള അരങ്ങൊരുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
ജയചന്ദ്രൻ, സുജാത എന്നീ പ്രശസ്തരുടെ ആലാപന മാധുര്യം കൊണ്ട് സമ്പന്നമായ മുച്ചിലോട്ടമ്മ ഭക്തിഗാനങ്ങൾ തമ്പുരാട്ടി എന്ന ഓഡിയോ കാസറ്റ് തിരുസന്നിധിയിൽ വെച്ച് പടോളി ചിണ്ടൻ അന്തിത്തിരിയൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എച്ച്.എൽ. ഹരിഹരയ്യർക്ക് നൽകി പ്രകാശനം ചെയ്തു. പെരുങ്കളിയാട്ടമായി പൂന്തുരുത്തിയമ്മയ്ക്ക് പെരുങ്കളിയാട്ടമായി പയ്യന്നൂരമരും മുച്ചിലോട്ടമ്മയ്ക്ക് പൊന്നിൻ മുഹൂർത്തമായി പുണ്യമംഗല്യമായി പെരുങ്കളിയാട്ടമായി പൂന്തുരുത്തിയമ്മയ്ക്ക് പെരുങ്കളിയാട്ടമായി. സത്യത്തിൻ പൊരുളായമരും നീ തത്വത്തിൻ അറിവായി അറിയും ദേവവേദ മന്ത്രങ്ങളെ ആത്മാവിലുണരും വരമൊഴി ഒഴുകുകയായി. ഏഴു ലോകങ്ങളും വരവിളിയായി ഏഴാഴികളും കീർത്തിപ്പാടി അഷ്ടദിക്കുകളും സാക്ഷികളായി അകംപുറം കോലങ്ങൾ തുണയായി പൂപ്പന്തൽ വേണം പൊൻ തോരണവും ചന്തമോടെ നിന്നരങ്ങൊരുങ്ങി മിഴിയും മനസ്സ്. മംഗല പാലമരം. അത്യധികം പവിത്രതകളുള്ള ദേവവൃക്ഷമത്രേ പാലമരം. കലവറ, കന്നിക്കലവറ, അന്നദാനപ്പന്തൽ, നാലിലപ്പന്തൽ എന്നിവ തീർക്കുന്നത് പാലമരം കൊണ്ടാണ്. വാലിയക്കാർ കാരണവന്മാരോടുകൂടി നേരത്തെ കണ്ടുവച്ച പാലമരത്തിന് കുറിയിടുന്നു. മരത്തോട് സമ്മതം വാങ്ങി മംഗല്യപ്പന്തലൊരുക്കാൻ മുറിച്ചെടുത്ത് കാവിലെത്തിക്കുന്നു. അന്തിത്തിരിയനും കനലാടി വ്രതശുദ്ധി നോറ്റെഴും വാല്യക്കാർ മേലേറി തീക്കനൽ പൂവുകളാക്കി ഭക്തിയിൽ തീക്കനൽ പൂവുകളാക്കി ദൈവകോമരമാടി അരങ്ങിൽ അന്തിത്തിരിയനും കനലാടി. കൂട്ടായ്മയുടെ നിദർശനങ്ങളാണ് പെരുങ്കളിയാട്ടങ്ങൾ. ഒരു ദേശത്തെ ആബാലവൃദ്ധം ജനങ്ങളും തമ്പുരാട്ടിയുടെ തൃക്കല്യാണത്തെ വരവേൽക്കാൻ കൈമെയ് മറന്ന് അരങ്ങൊരുക്കുകയാണ്. കലവറയൊരുക്കണം, 10,000ങ്ങൾക്ക് അന്നമൂട്ടാനുള്ള പന്തലൊരുക്കണം, ക്ഷേത്രവും പരിസരവും അലങ്കരിച്ച് ജനലക്ഷങ്ങളെ സ്വീകരിക്കാനുള്ള വേദി ഒരുക്കണം. ഇവിടെ ഒരു ചരിത്രം കൂടി രചിക്കപ്പെടുകയാണ്, കൂട്ടായ്മയുടെ ചരിത്രം. ദേവി മഹാത്മ്യ ചിന്തകളിൽ ഭക്തർ നാമകലശങ്ങളാടി ദേവി മഹാത്മ്യ ചിന്തകളിൽ ഭക്തർ നാമകലശങ്ങളാടി ചെമ്പട്ടുടുത്തു നട്ടുച്ച സൂര്യനും കതിരൊളി തൂകി കനലാടി ചെമ്പട്ടുടുത്തു നട്ടുച്ച സൂര്യനും കതിരൊളി തൂകി കനലാടി. ശ്രീമുച്ചില കോടിനി ശരണം തിരുവുച്ചില കന്യക ശരണം ശിവനന്ദിനി തിരുവരമന്ദന തനകേ മംഗളവരദേ പദശരണം തവ പങ്കജവദനമതെന്നിൽ നിറയണം തിരുവടി അടിയനു ശരണം. ദൈവകോമരമാടി അരങ്ങിൽ അന്തിത്തിരിയനും കന
വൃക്ഷലതാദികൾ കുളിരണിഞ്ഞു എന്നും പൂന്തുരുത്തി. വെഞ്ചാമരം വീശും വൃക്ഷലതാദികൾ കുളിരണിഞ്ഞു എന്നും പൂന്തുരുത്തി. ശ്രീമുച്ചില കോടിനി ശരണം, തിരുമുച്ചില കന്യക ശരണം, ശിവനന്ദിനി തിരുവരമന്ദന തനയേ മംഗളവരദേ പദശരണം. തവ പങ്കജവദനമതെന്നിൽ നിറയണം, തിരുവടി അടിയനു ശരണം. ദൈവകോമരമാടി അരങ്ങിൽ അന്തിത്തിരിയനും കനലാടി. വ്രതശുദ്ധി നോറ്റെഴും ബാല്യക്കാർ മേലേറി തീക്കനൽ പൂവുകളാക്കി ഭക്തിയിൽ. വ്രതശുദ്ധിയാർന്ന കോമരങ്ങൾ കെട്ടിച്ചുറ്റി കാവിന് വലം വെച്ച് കൈവിളക്കും കുടയും അകമ്പടിയുമായി ഏളത്തിനിറങ്ങി. തമ്പുരാട്ടിയുടെ തൃക്കല്യാണം നാടൊട്ടുക്കും അറിയിക്കണം. കല്യാണം കൂടാൻ ക്ഷണിക്കണം. ഗ്രാമത്തറവാടുകൾ താണ്ടണം. പയ്യന്നൂർ പെരുമാളുടെ സന്നിധിയിൽ മെയ്യാളിന്റെ അകമ്പടിയോടെ പന്തൽ മാംഗല്യം അറിയിച്ച് അമ്മോന്റെ തെക്കേ കൊട്ടാരത്തിൽ പടിഞ്ഞാറേ പടിയിൽ കുറിയിട്ട് വലം വെച്ച് തന്ത്രിമഠത്തിൽ കുറിയിട്ട് നേരെ തമ്പുരാട്ടിയെ ഇവിടെ എത്തിച്ച ചൊവ്വാട്ടെ പൊതുവാളുടെ തറവാട്ടിലേക്ക് എഴുന്നള്ളുന്നു. അവിടെയും കുറിയിട്ട് കാമ്പ്രത്ത് തറവാട്ടിലെത്തി കല്യാണമറിയിച്ച് വീട് വീടാന്തരം കയറി മാംഗല്യം അറിയിക്കുന്നു. ഇന്ന് വരച്ചുവെക്കൽ. തമ്പുരാട്ടി അമ്മയുടെ കോലധാരിയെ കണ്ടെത്തുന്ന പുണ്യസുദിനം. വരച്ചുവെക്കൽ ചടങ്ങിനു മുമ്പേ ഉദുമ അരമങ്ങാനം തെക്കേക്കര തറവാട്ടുകാരുടെ സമർപ്പണമായ വെള്ളിയുടെ പൂണൂൽമണി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തു നിന്ന് ഘോഷയാത്രയായി എത്തി തിരുനടയിൽ സമർപ്പിച്ചു. സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ധന്യനിമിഷം. തമ്പുരാട്ടിയുടെ കോലമണിയുന്നതിനുള്ള കനലാടിയെ കണ്ടെത്താൻ തിരുനടയിൽ ജമ്മാരി കണിയാൻ വെച്ച് ചാർത്തുന്ന രാശിപ്പൊരുത്തം നോക്കുന്ന ചടങ്ങാണ് വരച്ചുവെക്കൽ. ഇവിടെ തമ്പുരാട്ടിയുടെ രണ്ട് തിരുമുടികൾ ഒന്നിച്ചുയരുന്നു.
ഇതിന് നിമിത്തമായത് നാടുവാഴികളുടെ അധികാര വിഭജനവും വ്യാപനവുമാണെന്ന് പറഞ്ഞു വരുന്നു. അഞ്ഞൂറ്റാനാണ് ഒരു തിരുമുടി വയ്ക്കാൻ അവകാശം. വരച്ചു വെക്കാതെ തന്നെ അദ്ദേഹത്തിന് കോലധാരിയാകാം. രണ്ടാമത്തെ കോലധാരിയെ കണ്ടെത്താൻ മാത്രമാണ് ഇവിടെ വരച്ചു വെക്കൽ. തൃക്കരം രണ്ടിലും പന്തം ചുഴറ്റി തിരുനടയിൽ പെരുങ്കണിയാർ കൈതൊഴുതു. 12 രാശിചക്രം തെളിഞ്ഞ രാശിപ്പലകയൊരുങ്ങി. തിരുനടയിൽ കളം വരഞ്ഞു. ദേശപ്പെരുമ നേടിയ ജ്യോതിഷ പണ്ഡിതർ മറുപുറത്ത് നിരന്നു. വിഘ്നേശ്വരനുള്ള നിവേദ്യം അവലും മലരും തേങ്ങയും, നിറഞ്ഞു കത്തുന്ന നിലവിളക്ക്, കോമരങ്ങളുടെ ദൈവിക സാന്നിധ്യം. അന്ത്യത്തിരിയൻ രാശിചക്രം വലം വെച്ച് തണ്ടുല കുസുമാദികൾ കളത്തിൽ ചൊരിഞ്ഞു. നിവരുന്ന തിരുമുടി ദർശനം മമ്മതൻ മുഖബിംബ ദർശനം ശുഭദായകം. പെരുങ്കണിയാർ ശകുനം നോക്കുന്നു. ഉണക്കലരിയോടൊപ്പം ചൊരിഞ്ഞ സ്വർണത്തിന്റെ കിടപ്പ് നോക്കി വേണം ഫലം പ്രവചിക്കാൻ. കൈകൊണ്ട് തൊടാതെ അരിമണികൾ ഊതി മാറ്റിയിട്ട് വേണം സ്വർണം കണ്ടറിയാൻ. മലർന്നു കിടക്കുന്ന സ്വർണം ശുഭസൂചകം. ദേവീകൃപയും ഐശ്വര്യവും ഫലം. ഇനി കവടിയിൽ തെളിയണം കോലക്കാരൻ. അപ്പോ ആറുകൂടം ചിങ്ങം ദശയാണ്. 5ാം ഭാവത്തിൽ ചന്ദ്രോദയം, 6ാം ഭാവത്തിൽ ശനി, 8ാം ഭാവത്തിൽ കേതോദയം, 9 വ്യാഴോദയം, 10ാം ഭാവത്തിൽ ബുധൻ, 11 സൂര്യോദയം ഗുരുവോദയം, 12ാം ഭാവത്തിൽ ശുക്രൻ. അപ്പോൾ ശസ്ത്രനിശ്ചയിച്ചിട്ടത് ധനുവാണ്. അവിടെ ആദിത്യോദയം ഗുരുവോദയം, 2ാം ഭാവത്തിൽ ശുക്രോദയം, 4ാം ഭാവത്തിൽ രാഹുദയം, 5ലേക്ക് പോവാം. അവിടെ വ്യാഴത്തിന്റെ ഇഷ്ടവശത്ത് നിൽക്കുന്ന അപ്പോൾ അതിന് വ്യാഴം 3ാമത്, 7ാം സ്ഥാനം, തൃതീയ സ്ഥാനം. അതും നർത്തകസ്ഥാനത്തിലാണ് കുടിയിൽ നിൽക്കുന്നത്. നർത്തകപതിയായ ശരി 12ലും ഉണ്ട്. നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഗ്രഹസ്ഥിതിയാണ്. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യവും നന്നായിട്ടുള്ള ദൃശ്യങ്ങളുടെ അനർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് കൊടുത്തിട്ടാണ്. വ്യാഴം അഷ്ടമാധിപനായിട്ട് വിക്രമരാശിയിലുമാണ് നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഗുരുജനങ്ങളും. മുച്ചിലോട് പരിസരവാസികളായ വിനോദ് പെരുവണ്ണാനും ബാബു പെരുവണ്ണാനുമാണ് ഇത്തവണ കോലധാരിയാകാനുള്ള ദേവീ കടാക്ഷം സിദ്ധിച്ചത്. ഉയരെടുക്കും മഹാമാരി തൻ മുളകളെ തഴുകി തഴുകി ഗുണം വരുത്തിയിടുവാൻ അനഘപരിലാളിത പ്രതിഭയായി ഭുവനത്തിലവതരിച്ചെത്തി നീ അമൃതേശ്വരി അമൃതേശ്വരി. വരച്ചുവെക്കൽ ചടങ്ങോടുകൂടി കോലം കെട്ടാൻ നിയുക്തരായ അവകാശിയായ അഞ്ഞൂറ്റാനും 12 രാശിചക്രങ്ങളിൽ തെളിഞ്ഞ കനലാടിയും തലയും മുഖവും മറച്ച് കുച്ചിലിൽ കയറി വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുകയായി. നമ്മുടെ പൂർവസൂരികൾ
ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിന് രൂപകൽപ്പന ചെയ്ത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മഹത്തരമത്രേ. ദിശയില്ലാതെ ഉഴലുന്ന ആധുനിക സമൂഹത്തിന് ഇത്തരം ദർശനങ്ങൾ മാതൃകയാവുക തന്നെ വേണം. പരസ്പര സൗഹാർദ്ദത്തിന്റെ ഉത്തമോദാഹരണമാണ് മമ്പലം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആർഭാടപൂർവം കൊണ്ടുവരുന്ന കാഴ്ചവരവ്. അമ്മയുടെ തൃക്കല്യാണത്തിന് സദ്യ ഒരുക്കാൻ തങ്ങളുടെ പങ്ക് ഭക്തിയുടെ നിറവിൽ തിരുനടയിൽ സമർപ്പിക്കുകയാണ് മമ്പലം ഭഗവതി ക്ഷേത്രേശന്മാർ. മുച്ചിലോട്ട് ഭഗവതിക്ക് പുതിയ പീഠം തീർക്കാനും തിരുമുടി നിവരുന്ന നേരം കോമരങ്ങൾക്കും ബാല്യക്കാർക്കും അഗ്നിപ്രവേശം ചെയ്യാനുമുള്ള മേലേരി ഉണ്ടാക്കാനും ലക്ഷണമൊത്ത പിലാവ് മരം തന്നെ വേണം. ഇതിനായി മുച്ചിലോട്ട് കാവിൽ നിന്ന് സ്ഥാനികരും ക്ഷേത്രേശന്മാരും അന്തിത്തിരിയനും കോമരങ്ങളും ഊരാളന്മാരും മുഹൂർത്തം നോക്കി പുറപ്പെടുന്നു. മുഴക്കോലും ഉളിയുമേന്തി ദേശപ്പെരുന്തച്ഛനും കൂടെയുണ്ടാകും. പെരുന്തച്ഛൻ മേൽമുണ്ട് പൂണൂലാക്കി ധരിച്ച് ഇളനീരിൽ തുളസിയില മുക്കി പുണ്യാഹം തളിക്കുന്നു. പിന്നെ വിഘ്നേശ്വര പൂജയാണ്. പ്ലാവിന് കുറിയിട്ട് വലം വെച്ച് കഴിഞ്ഞാൽ പവിത്രവൃക്ഷമായി മാറിയ പ്ലാവ് ആദ്യം വെട്ടുന്നതും പെരുന്തച്ഛൻ തന്നെ. ആദ്യം തെറിച്ചു വീഴുന്ന മരച്ചീളിന്റെ ദിക്കും നിറവും കിടപ്പും നോക്കി വിശ്വകർമാവായ പെരുന്തച്ഛൻ ഫലം പറയുന്നു. ഭഗവതിക്ക് ഇരുന്നരുളാനുള്ള പീഠം നിർമ്മിക്കാൻ നിയോഗം ലഭിച്ചതിലുള്ള അളവറ്റ ആഹ്ലാദത്താലും ഭക്തിസാന്ദ്രമായ മനസ്സാലും ആത്മസമർപ്പണം നടത്തി പീഠമൊരുക്കുകയായി. കോരിയാൽ തീരാത്ത ചോറ്റുവല്ലം വേണം. 10,000 കഴിച്ചാലും അരച്ചെമ്പെങ്കിലും ചോറും കറിയും ബാക്കി വരണം. വന്നോരിൽ കുഞ്ഞുകുട്ടി കിടാങ്ങൾക്ക് പശിയടക്കാൻ അന്നം കിട്ടിയില്ലെന്ന് പരാതി പറയാൻ ഇടവരരുത്. പന്തൽ മംഗല്യത്തിന്റെ ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ അന്നദാനമത്രേ. ഇതിലേക്കുള്ള സാധനങ്ങൾ ആചാരപ്രകാരം ഒരുക്കൂട്ടി വെക്കേണ്ടത് കന്നിക്കലവറയിലാണ്. ഭണ്ഡാരപ്പുരയുടെ കന്നിമൂലയിൽ സൂര്യകിരണം അകത്ത് കടക്കാത്ത ഈ പുണ്യഭൂമിയിൽ ലക്ഷ്മി വിളക്കിൽ ദേവീ ചൈതന്യത്തെയും സാന്നിധ്യത്തെയും കുടിയുറപ്പിച്ചു വെച്ച് ചിത്രത്തൂണിനരികിൽ മാടമ്പി വിളക്കും കത്തിച്ചു വെച്ച് വിധിയാം വണ്ണം നല്ല നേരം നോക്കി സാധനങ്ങൾ നിറച്ചുവെക്കുന്നു. കളിയാട്ടത്തിന് ഉപയോഗിക്കുന്ന ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്.
ഇന്നത്തെ ദിവസം ഒരു മാതാവിന്റെ ഓമന കല്യാണത്തിന് എണ്ണവും ഇതിനകത്തോട് കൈയടിപ്പിച്ചു. ഞങ്ങൾ മനം കരിഞ്ഞ് ചൊല്ലിക്കൊടുത്തോ എന്റെ ഒരാളന്മാർക്ക്. എന്നാൽ ഇടവേ തിരിഞ്ഞുണ്ടെങ്കിലും വളരെ തിരിക്കുന്നേ കൊള്ളിച്ച് അന്യതാ കഴകത്തും നല്ലതാ സ്വരൂപത്തിൽ കേട്ടാലും രണ്ടുനാളത്തിനിട വരുത്താതെ വേണ്ടി അഭിമാനി കാത്തിരക്ഷിച്ചു നൽകുന്നു. ഇന്നേ വരക്കും പരദേവത കണ്ണെന്ന് വന്നിച്ചവർക്ക് വരത്തേലാണ് പറയാൻ പറയാൻ. തമ്പുരാട്ടിയുടെ കോലക്കാർ കോലം ധരിക്കുന്നതിനു മുമ്പേ ആദി മുച്ചിലോട്ട് കാവിലും ആദ്യകാല രക്ഷിതാവായ രയരമംഗലത്തും തൊഴുതു വണങ്ങുന്നു. വിശ്വസിച്ചു കൂടെ കൂട്ടി പെട്ടിയും പ്രമാണവും നാഴിയും താക്കോലും തനിക്കു നൽകി അനുഗ്രഹിച്ചു രയരമംഗലത്തെ ദേശവാഴിയമ്മ. തൃക്കല്യാണത്തിന് ഉപ്പു തൊട്ട് കർപ്പൂരം വരെയും കൂട്ടിവെക്കാൻ അടുപ്പുകല്ലും കത്തുവാൻ വിറകും വെക്കാൻ ചെമ്പും പൂട്ടുവാൻ തീത്തിരികൾ പോലും കൊടുത്തയച്ചു രയരമംഗലത്തമ്മ. അമ്മേ മഹാമായേ കൈതൊഴുന്നേൻ. തിരിച്ച് തമ്പുരാട്ടി ആദ്യം ശേഷിപ്പെട്ട ആദി മുച്ചിലോട്ട് കാവിലേക്ക്. മുച്ചിലക്കോടന് ദർശനം നൽകിയ മണിക്കിണറും കരിമ്പനയും കരിവെള്ളൂരപ്പന്റെ വലംഭാഗത്താണ്. മുടിയും മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും സ്വപ്നദർശനത്താൽ നേടി ആദ്യമായി തമ്പുരാട്ടിയെ കെട്ടിയാടിയ മണക്കാടൻ ഗുരുക്കളുടെ തിരുസന്നിധി. ഇവിടെ തൊഴുതു നിൽക്കുമ്പോൾ ദേവീപൂജയും ഗുരുപൂജയും ഒന്നിക്കുമ്പോഴുള്ള നിർവൃതി, പുണ്യം, മഹാഭാഗ്യം. തമ്പുരാട്ടി ശേഷിപ്പെട്ട മണിക്കിണറിൽ നിന്നും ദേവിയുടെ പ്രതിപുരുഷൻ കോരിയെടുത്ത പുണ്യതീർത്ഥം പാനം ചെയ്യുന്ന കോലധാരികൾ. പണ്ട് പടനായർ കൊടുത്ത പാൽക്കിണ്ടി മറക്കുന്നതെങ്ങനെ? പ്രാദേശിക ചരിത്രവും ഐതിഹ്യങ്ങളും വിജ്ഞാനപ്രദമായ ലേഖനങ്ങളും ഉൾക്കൊള്ളിച്ച പയ്യന്നൂർ തൂന്തുരുത്തി മുച്ചിലോട്ട് പെരുങ്കളിയാട്ട സ്മരണിക മണിക്കിണർ. പ്രശസ്ത സിനിമാ നടി പത്മശ്രീ സുകുമാരി പടോളി ചിണ്ടൻ അന്തിത്തിരിയന് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ VM വിനു, അതിന്റെ ആദ്യ പ്രതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ HL ഹരിഹരയ്യർക്ക് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സുരേഷ് പൊതുവാൾ തുടങ്ങിയ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്തു.
കളിയാട്ടത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ദീപവും തിരിയുമായി എത്തുക എന്ന ദിവ്യ ചടങ്ങിന് മുമ്പേ പെരുമാൾക്ക് അപ്പവും കൂടവും കഴിക്കണം. പൂന്തുരുത്തിയിൽ നിന്ന് നെല്ലും സാധനങ്ങളുമായി ക്ഷേത്രേശന്മാർ അമ്മോന്റെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി സമർപ്പിക്കുന്നു. തുഞ്ചന്റെ പൈങ്കിളി പോ വന്നൊരു മൽക്കിളി മൊഴിഞ്ഞു, ഇന്നല്ലു മുച്ചിലോട്ടേ കന്യയ്ക്ക് കല്യാണ താലി കെട്ട്. തുഞ്ചന്റെ പൈങ്കിളി പോ വന്നൊരു മൽക്കിളി മൊഴിഞ്ഞു, ഇന്നല്ലു മുച്ചിലോട്ടേ കന്യയ്ക്ക് കല്യാണ താലി കെട്ട്. നാൾമരമെത്തിയല്ലോ നിലമ്പണി ചേലോടൊരുങ്ങിയല്ലോ, നാടൊന്നുണർന്നുവല്ലോ ഉറങ്ങാത്ത രാവുമണഞ്ഞുവല്ലോ. പൈതങ്ങൾക്ക് അന്നദാനമൊരുക്കാൻ വ്രതശുദ്ധിയിൽ തീർത്ത മനസ്സുകളുടെ ആത്മാർപ്പണം വേണം. കലവറയിൽ കൂടേണ്ട ബാല്യക്കാർ കലശം കുളിച്ച് കൈമൈ മനസ്സ് ശുദ്ധം വരുത്തുന്നു. ഇനി വിശ്രമമില്ലാത്ത 4 നാളുകൾ. ചമയപ്പുരയിൽ നിന്ന് മഞ്ഞൾ കുങ്കുമപ്പൊട്ടണിഞ്ഞ് മന്ദാകിനിയായി കന്യമന്ദമിറങ്ങിയല്ലോ. ആളേറെ വന്നുവല്ലോ മംഗളവാദ്യമുണർന്നുവല്ലോ, കുരവയുയർന്നുവല്ലോ കന്യയാകെ തുടുത്തുവല്ലോ. തുഞ്ചന്റെ പൈങ്കിളി പോ വന്നൊരു മൽക്കിളി മൊഴിഞ്ഞു, ഇന്നല്ലു മുച്ചിലോട്ടേ കന്യയ്ക്ക് കല്യാണ താലി കെട്ട്. വേളി മുഹൂർത്തത്തിൽ അന്തിത്തിരിയെന്ന് വാലായ്മയാ ആരവമൊന്നടങ്ങി വേദിമുഖമായി തീർന്നുവല്ലോ. എന്തേ മുഹൂർത്തമില്ലാത്തു എന്നും കന്യകയ്ക്ക് വിധിയെന്നോ, ഈയൊരു ചോദ്യമന്നേരം അന്തരീക്ഷത്തിലുയർന്നു. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലന്ന് ഉച്ചില എന്നൊരു പെണ്ണ് വേലിയുറച്ച കാലം അപവാദ ശരത്താൽ പിടഞ്ഞു. തുഞ്ചന്റെ പൈങ്കിളി പോ വന്നൊരു മൽക്കിളി മൊഴിഞ്ഞു, ഇന്നല്ലു മുച്ചിലോട്ടേ കന്യയ്ക്ക് കല്യാണ താലി കെട്ട്. പിന്നെ സ്വയം ചിത കൂട്ടി കന്യയഗ്നിച്ചിറകിലുയർന്നു. ലോകരക്ഷയ്ക്കായി ഭവനന്ദിനിയായി പിറന്നു. സർവാർത്ഥ സാധികയായി. തൃക്കേക്കുട ദൈവീക പരിവേഷമുള്ളതാണ്. ഏളത്തുനേരത്തും കളിയാട്ടവേളയിലും സത്യക്കുട
അനിവാര്യമായ ദൈവീക ചിഹ്നമത്രേ. മെയ്യോലക്കുടെ ആധാരമായാണല്ലോ പലപ്പോഴും ദേവീദേവന്മാർ പലയിടങ്ങളിലും ശേഷിപ്പെട്ടത്. ഇത് പ്രത്യേകമായി നിർമ്മിച്ചു നൽകുന്നത് അതിന് അവകാശിയായ ജമ്മാരി കണിയാൻ തന്നെയാണ്. ശുഭമുഹൂർത്തം നോക്കി കാവിന്റെ തിരുനടയിൽ കുട സമർപ്പിക്കുന്നു. അന്തിത്തിരിയനും ആചാരക്കാരും കോയ്മകളുമെല്ലാം വന്നു നിൽക്കെ കലശം കുടഞ്ഞ് കുട ശുദ്ധമാക്കി കുറിയണിഞ്ഞ് കാവിലേക്ക് കയ്യേൽക്കുന്നു. വാലിയക്കാരൻ ആർപ്പോടെ സത്യക്കുടയുമെടുത്ത് കാവിന് ചുറ്റും 3 വലം വയ്ക്കുന്നു. തമ്പുരാട്ടിക്ക് ചൂടാനായി മാലകൾ കോർത്ത് വർണ്ണാഭമാക്കുന്നു. അന്തിത്തിരിയൻ കലശം കുടഞ്ഞ് കോമരങ്ങൾ മഞ്ഞൾ കുറിയെറിഞ്ഞ് പീഠം കയ്യേൽക്കുന്നു. വിശ്വകർമ്മജൻ ആനന്ദാതിരേകത്തോടെ ദേവീപ്രസാദം ഏറ്റുവാങ്ങി സായുജ്യമടയുന്നു. തൃക്കൈക്കുട നിവർന്നു. കൈവിളക്കുകൾ തെളിഞ്ഞു കത്തി. മെയ്യാളും കോയ്മയും മുന്നിലിറങ്ങി. അന്തിത്തിരിയനും സ്ഥാനീയനും ആചാരക്കാരും ബാല്യക്കാരും കോമരങ്ങൾക്കൊപ്പം പുറപ്പെട്ടു. ദീപവും തിരിയും കൊണ്ടുവരുന്ന ഭക്തിനിർഭരമായ ചടങ്ങ്. സർവാഭീഷ്ടദായകനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുനടയിൽ തൊഴുതു നിൽക്കുന്ന കോമരം, കൈകൂപ്പി നിൽക്കുന്ന പുരുഷാരം, തൃക്കല്യാണത്തിന് തെളിയേണ്ട ദീപവും തിരിയും ഏറ്റുവാങ്ങി. അരി, തേങ്ങ, കായ, കുല, പലവ്യഞ്ജനങ്ങൾ തുടങ്ങി അടുപ്പിലെരിയാനുള്ള വിറക് പോലും വഴക്കം ചെയ്യുന്ന ക്ഷേത്രേശന്മാർ. ഏറ്റുവാങ്ങുന്ന സ്ഥാനികരും വാരിയക്കാരും, അവയ്ക്കുമീതെ കുറിവാരിയെറിയുന്ന കോമരങ്ങൾ. ഇവർ ദീപവും തിരിയുമായി മടക്കമാണ്. രണ്ടിടങ്ങളിൽ നിന്നാണ് ദീപവും തിരിയും ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രത്തിലേക്ക്.
സോമേശ്വരി ക്ഷേത്രവുമായി പൂന്തുരുത്തിക്കാർ ആചാരാനുഷ്ഠാനങ്ങളുടെ പശ്ചാത്തലത്തിലും അന്നേ ബന്ധം പുലർത്തി വരുന്നുണ്ട്. മുച്ചിലോട്ട് കോമരങ്ങൾ ആചാരപ്പെടുമ്പോൾ സോമേശ്വരി ക്ഷേത്രത്തിൽ ചെന്ന് കലശം കുളിക്കണം. സോമേശ്വരി ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് പൂന്തുരുത്തി മുച്ചിലോട്ട് നിന്ന് കോമരങ്ങൾ വാലിയക്കാരുമായെത്തി സോമേശ്വരിയുടെ തിടുമ്പുമൊത്ത് നൃത്തമാടുന്നു. സോമേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ ഇതിവൃത്തം ഇങ്ങനെ പറഞ്ഞു വരുന്നു. മുച്ചിലോട്ടുകാർ പൊതുവാൾമാരുമായി തർക്കം നിലനിൽക്കുന്ന കാലം അമ്മോന്റെ തിരുസന്നിധിയിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്ന ചടങ്ങ് മുടങ്ങി. ഈ സന്ദർഭത്തിലാണത്രേ സഹായവുമായി സോമേശ്വരി ക്ഷേത്രേശന്മാർ എത്തുന്നത്. തർക്കം തീർന്ന കാലം പെരുമാളുടെ തിരുസന്നിധിയിൽ നിന്നുള്ള ആചാരം പുനഃസ്ഥാപിക്കപ്പെട്ടു. വിഘ്നകാലത്ത് ഇരുകൈയുമായി എത്തിയവരെ പിന്നീട് മുച്ചിലോട്ടുകാർ മറന്നു. ഇന്നത്തെ ദിവസം എന്റെ അമ്മോന്റെ തിരുമുഖം ശോഭിച്ചുകൊണ്ട് ഇപ്പോഴത്തെങ്കിൽ അമ്മ സ്വാമീജിയുടെ തിരുമുഖം ശോഭിച്ചുകൊണ്ട് ആ ദീപവും തിരിയും കുഞ്ഞെടുപ്പ് തീയിടാനായിക്കൊണ്ട് കൈയെടുക്കാൻ തക്കവണ്ണം ആൽപ്പം കൊടുക്കട്ടോ. അങ്ങനെ ആൽപ്പം കൊടുക്കുന്നേ, ആൽപ്പം അത് അപ്പുറം കൊടുക്കും. അന്തിത്തിരിയനും കനലാടി മൃതശുദ്ധി നോറ്റലും ബാല്യക്കാർ മേലെ തീക്കനൽ പൂവുകളാക്കി ഭക്തിയിൽ തീക്കനൽ പൂവുകളാക്കി ദൈവകോമരമാടി അരങ്ങിൽ അന്തിത്തിരിയനും കനലാടി. സൂര്യനും കതിരൊളി തൂകി കനലാടി ചെമ്പട്ടുടുത്തു നട്ടുച്ച സൂര്യനും കതിരൊളി തൂകി കനലാടി. ശ്രീമുച്ചില കോടിനി ശരണം തിരുമുച്ചില കന്യക ശരണം ശിവനന്ദിനി തിരുവരമന്ദന തനയേ
മംഗളവരതേ പദശരണം തവ പങ്കജവദനമതെന്നിൽ നിറയണം തിരുവടി അടിയനു ശരണം ദൈവകോമരമാടി അരങ്ങിൽ അന്തിത്തിരിയലും കനലാടി വ്രതശുദ്ധി